Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. ഭരണഘടനയെ അവഹേളിച്ചുവെന്ന പരാതിയിൽ മന്ത്രി സജി ചെറിയാന് വീണ്ടും തിരിച്ചടി. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി കേസ് നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും കേസ് റദ്ദാക്കിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവും സ്റ്റേ ചെയ്തു. ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി സജി ചെറിയാൻ അതേ ഭരണഘടന കൊള്ളയടിക്കാൻ പറ്റിയതാണ് എന്നാണ് ആക്ഷേപിച്ചത്. ജനാധിപത്യം, മതേതരത്വം, അതിൻ്റെ സൈഡിൽ എഴുതി വച്ചിരിക്കുന്ന കുന്തം കൊടച്ചക്രം എന്നൊക്കെ ആക്ഷേപകരമായ പരാമർശങ്ങളും നടത്തി. 2022 ജൂലൈ 3 മല്ലപ്പള്ളിയിലെ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഭരണഘടനയെ അധിക്ഷേപിച്ച് മന്ത്രി സംസാരിച്ചത്. ഭരണഘടനയല്ല, ഭരണകൂടത്തെയാണ് വിമർശിച്ചത് എന്ന മന്ത്രിയുടെ വാദം പരാതിക്കാരനായ ബൈജു നോയൽ നൽകിയ ഹർജിയിൽ കോടതി തള്ളി. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ച മന്ത്രി സജി ചെറിയാൻ കേസ് നിലനിൽക്കെ തന്നെ വീണ്ടും മന്ത്രിസഭയിൽ തിരിച്ചെത്തി. ഇപ്പോൾ പുനരന്വേഷണം നേരിടുമ്പോൾ അതും സംസ്ഥാന പോലീസ് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമ്പോൾ മന്ത്രി ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ? രാജിയല്ലാതെ മറ്റു വഴിയുണ്ടോ എന്നാണ് ചോദ്യം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന സംഭവ വികാസങ്ങൾ. ടോപ്പ് 10 ഹെഡ്ലൈൻസ്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് കനത്ത തിരിച്ചടി. തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. മന്ത്രിയുടെ പ്രസ്താവന ഭരണഘടനയെ മാനിക്കുന്നതല്ലെന്ന് കോടതി. പോലീസും മജിസ്ട്രേറ്റ് കോടതിക്കും രൂക്ഷ വിമർശനം. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സജി ചെറിയാൻ. ഞാൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. ഇപ്പൊ ഇത് അന്തിമ വിധിയൊന്നും അല്ലല്ലോ. അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി, അടുത്ത കോടതി പറഞ്ഞു തെറ്റ്. ഇനി അതിന്റെ മുകളിൽ കോടതിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റും. പാർട്ടി നിലപാട് വിശദമായ പരിശോധനയ്ക്ക് ശേഷമെന്ന് CPIM. രാജി ആവശ്യത്തിൽ ഉറച്ച് കോൺഗ്രസും BJPയും. വ്യവസായി ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ തട്ടിപ്പിന് കേസ്. സൗരോർജ്ജ കരാർ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന് കുറ്റപത്രം. 2000 കോടിയുടെ അഴിമതിയിൽ പ്രധാനമന്ത്രിക്ക് പങ്കെന്ന് രാഹുൽ ഗാന്ധി. The Prime Minister is protecting Mr. Adani and the Prime Minister is involved in corruption with Mr. Adani. This has been clearly indicated. സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് CPIM. കുറ്റപത്രം തള്ളി അദാനി ഗ്രൂപ്പ്. ഓഹരി വിപണിയിൽ വൻ തിരിച്ചടി. കേരളം കാത്തിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ. പാലക്കാട് പോളിംഗ് കുറഞ്ഞതിന്റെ ആധിയിൽ മുന്നണികൾ. മണ്ഡലം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിൽ UDF. കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചെന്ന് CPIM. പാലക്കാട് അക്കൗണ്ട് തുറക്കുമെന്ന് C. കൃഷ്ണകുമാർ. ജനവിധി പ്രേക്ഷകരിലെത്തിക്കാൻ സമഗ്ര കവറേജുമായി ടീം റിപ്പോർട്ടർ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയിൽ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിച്ചെന്ന് കുറ്റപ്പെടുത്തൽ. പുനരധിവാസം യാഥാർത്ഥ്യമാക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും MP-മാരുടെ യോഗത്തിൽ പിണറായി വിജയൻ. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയൊഴിയുന്നില്ല. അമ്മുവിനെ കൊന്നതെന്ന് ആവർത്തിച്ച് കുടുംബം. ഈ 3 കുട്ടികളും ക്രിമിനൽസാണ്. ഇത് 3 പേരും അപായപ്പെടുത്തിയിട്ട് ഇനി ഇവരുടെ സഹായത്തോടുകൂടി ഡ്രസ്സ് മാറ്റിയതായിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കാണൂ. എൻ്റെ കുട്ടിയുടെ ഞാൻ സാറിനെ കാണിച്ചു തന്നില്ലേ, അതിനകത്ത് ഒരു ചെളിയുണ്ടോ, ഞാൻ കാണിച്ചു തന്നില്ലേ. സാധാരണ ഗതിയിൽ ഒരു IV ലൈൻ ഇട്ടല്ലേ വരുന്നത്. ഇപ്പം നമ്മൾ ചുമ്മാ ഒരു പനിയായിട്ട് ചെന്നാലും കാഷ്വാലിറ്റി ചെല്ലുമ്പോൾ ആദ്യം ഒരു IV ലൈൻ ഇടും. പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അമ്മ മരിച്ചിരുന്നു. മാഡം പറഞ്ഞത് കള്ളമാണ്. മാഡം പറഞ്ഞ കള്ളമാണ്. ഡയറിയിലേത് ആത്മഹത്യാക്കുറിപ്പെന്ന നിഗമനത്തിൽ പോലീസ്. റഫർ ചെയ്തിട്ടും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വൈകിയെന്ന് ദൃക്സാക്ഷി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്കുള്ള KSU മാർച്ചിൽ സംഘർഷം. സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ ക്ലോസറ്റ് തകർന്ന ജീവനക്കാരിക്ക് ഗുരുതര പരിക്ക്. അപകടമുണ്ടായത് അനെക്സ് 1 ശുചിമുറിയിൽ.
അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ അനാസ്ഥയെന്ന് ജീവനക്കാർ. തൃശൂർ പൂരം കലക്കലിലെ സത്യവാങ്മൂലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ വിഘടിച്ചു ഭരിക്കാൻ നീക്കമെന്ന ആരോപണം. പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതിയെ അംഗീകരിക്കില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി. ഉദ്ദേശിക്കുന്നത് കോർപ്പറേഷനും കൊച്ചിൻ ദേവസ്വം ബോർഡും ആണെന്ന് വ്യക്തമല്ല. അദ്ദേഹം സ്വയം തമ്പുരാനാവുന്ന തലത്തിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പാണ് ലക്ഷ്യമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. നടൻ മേഘനാഥൻ ഇനി ഓർമ്മ. മൃതദേഹം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിടവാങ്ങിയത് ശ്രദ്ധേയമായ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ജനപ്രീതി നേടിയ പ്രതിഭ. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഇന്ത്യയെ നയിക്കുക ജസ്പ്രീത് ബുംറ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യോഗ്യത നേടാൻ ഇന്ത്യക്ക് പരമ്പര നിർണായകം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടി. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്ക് ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രിക്കും ഹമാസ് മുൻ തലവനും വാറണ്ട്. അസംബന്ധ നടപടിയെന്ന് ഇസ്രയേൽ. Debate with Dr. Arun Kumar. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2022 ജൂലൈ 3 സജി ചെറിയാന്റെ വിവാദമായ ആ പ്രസംഗം. ആ പ്രസംഗത്തിലെ ആ വിവാദമായ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അതിനു മുൻപ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്തത് നമുക്കൊന്ന് കണ്ടുവരാം. സജി ചെറിയാനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത അതേ മന്ത്രി സജി ചെറിയാൻ CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി പരിപാടിയിൽ നടത്തിയ പ്രസംഗം ഇനി കേൾക്കുക. ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പ്രസംഗം വിവാദമായതിനെ തുടർന്ന് 2022 ജൂലൈ 6 മന്ത്രി രാജിവെച്ചു. ഒരു സ്വതന്ത്രമായ തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്. ആ സ്വതന്ത്രമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എന്റെ അഭിപ്രായം. അതിനാൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. എന്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൊട്ടു മുമ്പ് ഞാൻ നൽകിയുണ്ടായി. എന്നാൽ ഈ കേസിൽ മന്ത്രിയെ കുറ്റവിമുക്തനാക്കി ലോക്കൽ പോലീസ് റിപ്പോർട്ട് നൽകിയപ്പോൾ 2023 ജനുവരി 4 സജി ചെറിയാൻ വീണ്ടും അതേ ഭരണഘടനയിൽ തൊട്ട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇപ്പോൾ ഹൈക്കോടതിയുടെ പുനരന്വേഷണ വിധിയാണ് വീണ്ടും വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെ തിരിച്ചടിക്ക് ശേഷവും മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സജി ചെറിയാൻ. കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞിട്ടില്ല. നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. കോടതി പരിശോധിച്ചിട്ടാണല്ലോ ഇന്നിപ്പം പറഞ്ഞിട്ടുള്ളത്. പുനരന്വേഷണം നടത്തുന്നതിന്
കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കണം. ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ എന്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടത് അത് ആലോചിക്കും. അതിനകത്ത് ഒരു ധാർമ്മിക പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേസിന്റെ മറ്റ് ഉള്ളടക്കത്തിലേക്ക് കോടതി പോയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. വിഷയത്തിന്റെ ഫൈൻഡിങ്സിലേക്ക് പോകാത്തിടത്തോളം കാലം ധാർമ്മികതയെ സംബന്ധിച്ചുള്ള വിഷയമില്ല. അന്ന് ധാർമ്മികമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ രാജിവെച്ചു. ആ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ച് മന്ത്രിയായി. ഞാൻ എന്റെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ ഭാഗത്തേക്കുള്ള ഫൈൻഡിങ്സിലേക്ക് ഇതുവരെ കോടതി വന്നിട്ടില്ല. ആ പ്രസംഗത്തിനകത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരു കോടതി പറഞ്ഞു ശരി, അടുത്ത കോടതി പറഞ്ഞു തെറ്റ്, ഇനി അതിന്റെ മുകളിൽ കോടതിയുണ്ട്. ഇപ്പൊ ഇത് അന്തിമ വിധിയൊന്നും അല്ലല്ലോ. അന്വേഷണം തുടർന്ന് നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ മന്ത്രിയായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്, എന്റെ ജോലി ചെയ്യും. സജി ചെറിയാന്റെ രാജിയിൽ പാർട്ടി നിലപാട് വിശദമായ പരിശോധനയ്ക്ക് ശേഷമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അതുപോലെ അല്ല കാര്യം. ഇത് സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് പാർട്ടിയും ഗവൺമെൻറ്റും ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതൊക്കെ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ട് എന്തൊക്കെ വേണോ അത് ചെയ്യുക. അതാണ് അതിലുള്ള എടുക്കാനുള്ള കാര്യം. എന്നാൽ മന്ത്രിയുടെ രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസും BJPയും. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൻ്റെ പേരിൽ അന്ന് രാജിവെക്കാനിടയായൊരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും. ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഹൈക്കോടതി വിധിയിലൂടെ അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അന്നേ ഞങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം രാജിവെച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. ഭരണഘടനയെ എതിരായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ സജി ചെറിയാൻ രാജിവെക്കണം. ഇപ്പോൾ കോടതി വിധി തിരിച്ചടിയാണ്. എന്താണ് സജി ചെറിയാൻ പറഞ്ഞതിന്റെ വെർബാറ്റം കൂടി ഒന്ന് പരിശോധിച്ചതിനു ശേഷം നമുക്ക് അതിഥികളിലേക്ക് പോകാം. എവിടെയാണ് ഭരണഘടനാ ലംഘനമുള്ളത്? ഭരണഘടനയെ ആക്ഷേപിച്ചു എന്ന് പറയുന്നത് 1971 ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ലംഘിച്ചത് എന്നത് നമുക്ക് ഈ വെർബാറ്റം ഒന്ന് പരിശോധിച്ചു പോകാം. മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചതെന്ന് നമ്മൾ പറയും. ഭരണഘടന ലംഘനമില്ല, ഭരണഘടന അധിക്ഷേപമില്ല, ഇത് ഇൻസൾട്ട് ടു നാഷണൽ ഓണറുമല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഭരണഘടന എഴുതി വച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഭരണഘടന ലൂട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഒരു കൊള്ളയടിക്കാനുള്ള ഒരു വെപ്പൺ എന്ന രീതിയിൽ ഭരണഘടനയെ വ്യാഖ്യാനിക്കുമ്പോൾ അത് 1971 ആക്ടിൻ്റെ ലംഘനമായി തീരും. അഥവാ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ. അതിൽ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് രണ്ടിനെയും ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തിയാൽ, അത് പുരോഗമനപരമായ വിമർശന ബുദ്ധി അല്ലാതെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ അത് ഈ ആക്ടിൻ്റെ പരിധിയിൽപ്പെടും. ബ്രിട്ടീഷുകാർ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്തൊരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അക്ഷരാർത്ഥത്തിൽ വസ്തുതാവിരുദ്ധം. ഇന്ത്യൻ ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഡോക്ടർ BR അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ, രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയും ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ വരികയും ചെയ്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 2 വർഷം 11 മാസം 17 ദിവസം നടത്തിയ 11 വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ മാത്രം ഉരുക്കിയെടുത്ത ചർച്ചയിലൂടെ മാത്രം സമാഹരിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. അത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞതല്ല. പക്ഷേ ഇത് ഇൻസൾട്ട് ടു നാഷണൽ ഓണറിന്റെ ഭാഗമായി വരില്ല. അത് വസ്തുതാവിരുദ്ധം, പരമാബദ്ധം. അതിൽ കുറച്ച് മുക്കും മൂലയും അരിഞ്ഞ് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട്. അതും ഭരണഘടനയുടെ വ്യാഖ്യാനത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്, ഡിസോണർ അല്ല. മതേതരത്വം, ജനാധിപത്യം, കുന്തം കൊടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ കോടതി വിധിയിലും കുന്തം കൊടച്ചക്രം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഇൻസൾട്ടായി മാറാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ
മതേതരത്വം, സെക്യുലറിസം എന്നും ജനാധിപത്യമെന്നും റിപ്പബ്ലിക്കെന്നും സോഷ്യലിസമെന്നും അതിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തികളുടെ സമത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഫ്രട്ടേണിറ്റിയെക്കുറിച്ചും സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതിനെ സജി ചെറിയാൻ മതേതരത്വം, ജനാധിപത്യം, അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന സാഹോദര്യത്തിനു പകരം കുന്തം, കൊടച്ചക്രം എന്ന വാക്കുകളാക്കി എഡിറ്റ് ചെയ്തു കയറ്റിയിരിക്കുന്നു, അഥവാ അബ്രിഡ്ജ് ചെയ്തിരിക്കുന്നു, അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇതും ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൻ്റെ പരിധിയിൽപ്പെടും. അപ്പോൾ രണ്ടു ഭാഗങ്ങൾ ഈ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്ത് മാറ്റിയാൽ അഥവാ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, കൊള്ളയടിക്കാനായി എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ജനാധിപത്യം, മതേതരത്വം, കുന്തം, കൊടച്ചക്രം എന്ന് സൈഡിലൊക്കെ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്നതും 1971 ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൻ്റെ വ്യക്തമായ ലംഘനമാണ്. അങ്ങനെ ലംഘനം നടത്തിയ ഒരാൾക്ക്, ഭരണഘടനയെ അവഹേളിച്ച ഒരാൾക്ക്, ആ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തും, നിർവ്യാജമായ അവ പുലർത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് ആ ലംഘനം നടത്തിയിരിക്കുന്ന ഒരു വേളയിൽ തുടരാൻ കഴിയുന്നത് എങ്ങനെ എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, മന്ത്രിയുടെ തന്നെ മന്ത്രിയായി തുടരുമ്പോൾ ഈ മന്ത്രിസഭയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൈയാളുമ്പോൾ ആ ആഭ്യന്തര വകുപ്പിന് താഴെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ മന്ത്രിയായ അദ്ദേഹത്തിന് തുടരാൻ കഴിയുമോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് നമ്മളിപ്പോൾ തേടുന്നത്. രാജിയല്ലാതെ മറ്റു വഴിയുണ്ടോ എന്നാണ് ചോദ്യം. നമുക്കിപ്പം അതിഥികളായ ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ ഉണ്ട്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധിയുണ്ട്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധിയുണ്ട്, അഡ്വക്കേറ്റ് MR അഭിലാഷ് സുപ്രീം കോടതി അഭിഭാഷകനും നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ ഹർജിക്കാരനിലേക്ക് പോകുന്നു. ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ. അഡ്വക്കേറ്റ് ബൈജു നോയൽ 2022 ജൂലൈ മാസം 3-ാം തീയതി മല്ലപ്പള്ളിയിൽ വെച്ച് മന്ത്രി സജി ചെറിയാൻ നടത്തിയൊരു പ്രസംഗം സജി ചെറിയാൻ വ്യാഖ്യാനിക്കുന്നത് അത് ഭരണഘടനയോടുള്ള അവഹേളനമോ വിമർശനമോ അല്ല, അത് ഭരണകൂടത്തിനോടുള്ള വിമർശനമാണ്. ഭരണഘടനയെ ഉപയോഗപ്പെടുത്തി ഭരണകൂടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു. ആ തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത ഭരണകൂടത്തിനെതിരെ ഭരണഘടനയെ ചൂണ്ടിക്കാട്ടി താൻ വിമർശിക്കുകയാണ് ചെയ്തത് എന്നാണ് സജി ചെറിയാൻ്റെ ആക്ഷേപം. ഇത് ഡോക്ടർ BR അംബേദ്കറും ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ടല്ലോ എന്നും ചോദിക്കുന്നു. ഇതൊരു ആക്ഷേപമായി താങ്കൾക്ക് തോന്നിയത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഹർജിയുമായി മുന്നോട്ട് പോയത്? ഈ വിധി കേൾക്കുമ്പോൾ അഡ്വക്കേറ്റ് ബൈജു നോയൽ താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? അരുൺ, അദ്ദേഹത്തിന്റെ മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിന്റെ വെർബാറ്റം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന ഓരോ തവണയും അപമാനിക്കപ്പെടുകയാണ് എന്ന തോന്നലാണ് വാസ്തവത്തിൽ ഭരണഘടനയിലും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലുമൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് തോന്നുന്നത്. അത് തോന്നാത്ത ആളുകൾ ഒരുപക്ഷെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്. അദ്ദേഹം ഈ ഭരണഘടനയെ അപമാനിച്ചതിന് ശേഷം ഒരു തവണ പോലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഒരു അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇന്ന് ഈ ദിവസം വരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തോട് പൊതുപ്രവർത്തകനാകാൻ ആരും നിർബന്ധിച്ചിട്ടല്ല നമ്മുടെ നാട്ടിൽ ആരും പൊതുപ്രവർത്തകരാകുന്നത്. അവരൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസവും നമ്മുടെ ഭരണഘടനയിലുള്ള കൂറും വിശ്വാസവും ഒക്കെ കൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അവർ നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ ഓരോ വർഷവും പ്രതിവർഷം സ്പെൻഡ് ചെയ്യുന്ന തുക, നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന തുക വലിയൊരു തുകയാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ ഭരണഘടനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനുഭവിക്കുകയും അത് അനുഭവിച്ചതിന് ശേഷം ഈ ഭരണഘടനയെ ഇതുപോലെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയും പൊതുസമൂഹത്തിൽ വന്ന് ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർ പ്രോസിക്യൂഷൻ നടപടികളെ നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന അതിനെ ന്യായീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അതിനെ വിമർശിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും അപഹാസ്യരാവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധി പരിശോധിച്ചാൽ തന്നെ നമുക്കതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹം ഒരു സ്റ്റേറ്റിലെ ഒരു മിനിസ്റ്ററാണ്, റൂളിംഗ് പാർട്ടിയുടെ MLA-യും നേതാവും കൂടെയാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ ഇടയിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കുകയും അത് ഇന്ത്യൻ ഭരണഘടനയെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ഹെഞ്ച്മെൻസിന് കൂടുതൽ സഹായകരമാവുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഇതിനിടയിൽ ഒരു തവണ പോലും മന്ത്രി സജി ചെറിയാൻ ഒരു അപ്പോളജി രേഖപ്പെടുത്തിയില്ല.
പൊതുസമൂഹത്തിനു പിന്നിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചാൽ താങ്കൾ ഈ ഹർജി പിൻവലിക്കുമായിരുന്നോ? ഇല്ല, തീർച്ചയായും ഇല്ല. ഇത് ഞാൻ പിൻവലിക്കുക എന്നുള്ളതല്ല. ഞാൻ ഇതിനകത്തൊരു കംപ്ലൈനന്റ് എന്ന് ഉള്ളതിനേക്കാൾ ഉപരി ഈ കേസിനകത്ത് നോക്കൂ അരുൺ, ഇതിനകത്തുള്ള വിക്ടിം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഞാനല്ല വിക്ടിം. ഞാൻ ഈ കേസിൽ ഒരു കംപ്ലൈനന്റായി കോടതിയുടെ മുൻപിൽ ഈ കേസ് കൊണ്ടുവന്ന ഒരാളെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഈ കേസിനകത്ത് ഇരയാക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. കോടതി ഈ കേസിനകത്ത് ഞാൻ എന്റെ പ്രധാനപ്പെട്ട പ്രയറുകളിൽ ഒന്ന്, the Honorable High Court is the de facto custodian of the Constitution as well as the guardian of the Constitution. കോടതി ഈ ഭരണഘടനയെ നമ്മൾ സംരക്ഷിച്ചു നിർത്തേണ്ടത് നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൂടെയാണ് എന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രസംഗം മുഴുവൻ കേൾക്കുമ്പോൾ താങ്കൾക്കും ഈ ഭരണഘടന അവഹേളിച്ചു എന്ന് തോന്നിയത് ഞാൻ നേരത്തെ വെർബാറ്റിം എക്സ്പ്ലെയിൻ ചെയ്ത രണ്ടു ഭാഗങ്ങൾ തന്നെയല്ലേ? തീർച്ചയായും അദ്ദേഹം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വെർബാറ്റം അത് കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും പരിശോധിക്കുകയും ജഡ്ജ്മെന്റിന്റെ അകത്ത് പാരാ നമ്പർ 17 പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. മേ ഐ റീഡ്? എന്റെ കയ്യിലുണ്ട്. കുന്തം കുടച്ചക്രം, the same could not be explained independently. Those words spear and type of firecracker എന്ന് പറയുമ്പോൾ അത് പറയുന്നുണ്ട്, അത് സദുദ്ദേശപരമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കനോട്ട് ബി ടേംസ് ഓഫ് റെസ്പെക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണ് അതിന്റെ കണ്ടിന്യൂഷൻ പാരാ നമ്പർ 18 തുടക്കം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും അദ്ദേഹം എന്താണ് ഇതിനകത്ത് ഈ കോടതിയുടെ ഫൈൻഡിങ്സ് എന്നുള്ള കാര്യം. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം ഇതാണ്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടില്ല. ഇനി മാപ്പ് പറഞ്ഞാൽ പോലും ആ തെറ്റ് ഒരു കുറ്റമല്ലാതായി മാറുന്നില്ല. ഈ ഘട്ടത്തിൽ താങ്കൾ ഹർജി പിൻവലിക്കാനും തയ്യാറല്ല. അദ്ദേഹം അന്വേഷണം നേരിടണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരുന്നു. അന്ന് പോലീസ് ഒരു ക്ലീൻ ചിറ്റ് കൊടുത്തപ്പോഴാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയത്. അതിനെ തുടർന്നാണ് അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് വന്നത്. ഇപ്പോൾ വീണ്ടും ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ക്രൈംബ്രാഞ്ചിനെ ആ കേസ് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിയായി സജി ചെറിയാൻ തുടരുന്നത് ശരിയാണോ നോയൽ? അന്ന് ഈ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ കീഴ്വായൂർ പോലീസിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അതിനുശേഷം പത്തനംതിട്ട എസ് പിക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. അപ്പോഴൊക്കെ അദ്ദേഹം രാജിവെക്കില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനുശേഷം തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് എടുക്കാൻ വേണ്ടി FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടതിന് ശേഷമാണ് അദ്ദേഹം രാജിവെച്ചത്. ആ FIR ഇട്ടതിന് ശേഷം അദ്ദേഹം ആ കേസിനകത്ത് അക്യൂസ്ഡ് എന്നുള്ള സ്റ്റാറ്റസിനകത്തേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹം അന്ന് രാജിവെക്കാൻ തയ്യാറായത്. അതിനുശേഷം അദ്ദേഹത്തെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ റഫർ റിപ്പോർട്ടിന്റെ ബലത്തിൽ അദ്ദേഹം എന്റെ പേരിലുള്ള എല്ലാ കുറ്റങ്ങളും നീക്കം ചെയ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രണ്ടാമതും അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്. വാസ്തവത്തിൽ ആ പഴയ സ്റ്റാറ്റസിലേക്ക് തന്നെ അദ്ദേഹം വീണ്ടും ഇന്നത്തെ ഉത്തരവോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും ആ കേസിനകത്ത് അക്യൂസ്ഡായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് അദ്ദേഹം എടുത്ത നിലപാട് തന്നെ ഇന്നും അദ്ദേഹം എടുക്കേണ്ടതാണ്. വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം എന്തു തന്നെയായാലും ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം പ്രോസിക്യൂഷൻ നടപടികളെ അതും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ തുടരുന്നത് ശരിയോ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹർജിക്കാരൻ, ഒപ്പം ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് MR അഭിലാഷ് സുപ്രീം കോടതി അഭിഭാഷകൻ എന്നിവരാണ് നമുക്കൊപ്പം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇന്ന് മന്ത്രി ഈ വിധിയെ പ്രതിരോധിക്കുന്നത് പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ച മാത്രമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, എന്നെക്കുറിച്ചോ ഈ പ്രസംഗത്തെക്കുറിച്ചോ അങ്ങനെ ഈ വിധിന്യായത്തിൽ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്തിന് രാജിവെക്കണം എന്നാണ് സജി ചെറിയാൻ സ്വീകരിക്കുന്ന പ്രതിരോധം. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ എന്താണോ തിരുവല്ല കോടതി കേസെടുത്തത് ആ സാഹചര്യത്തിലേക്ക് തന്നെ തിരികെ എത്തിയിട്ടില്ലേ? ആ രാജിവെക്കാനുള്ള അതേ ധാർമ്മിക പ്രശ്നവും നിയമപ്രശ്നവും ഇപ്പോഴും നിലവിലില്ലേ? അഡ്വക്കേറ്റ് MR അഭിലാഷ്. വ്യക്തമായിട്ടത് നിലവിൽ നിൽക്കുന്നു ഡോക്ടർ അരുൺ. ആദ്യമായി തന്നെ ഈ കേസിൻ്റെ ഹർജിയുമായി മുൻപോട്ട് പോയ അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയലിനെ അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി
ഈ ഒരു വലിയ നിയമ പോരാട്ടം ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് എത്തിച്ചതിൽ ആ യുവാവായ അഭിഭാഷകനെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി വിരൽ ചൂണ്ടി ഒരു ഭരണകൂടം തന്നെയും താഴെ വരുന്ന സാഹചര്യം ഒരു നിയമവ്യവസ്ഥയിൽ അതാണ് ഒരു വ്യക്തിക്ക് ഭരണഘടന നൽകുന്ന ഗ്യാരണ്ടി. നിയമം ഉറപ്പിക്കുവാനുള്ള ഒരു അഭിഭാഷകൻ്റെ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ അവകാശം അതാണ് അദ്ദേഹം വിനിയോഗിച്ചത്. പിന്നെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണോ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത് ആ കാരണങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു പോലീസ് റിപ്പോർട്ടാണ്, അതിൻ്റെ പുറത്ത് മജിസ്ട്രേറ്റ് കോടതി പാസ്സാക്കിയ ഉത്തരവാണ് ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൻ്റെ 17-ാം പാരഗ്രാഫിൽ പ്രകടമായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിലൊരു ഐവാഷാക്കി അതായത് വൈറ്റ് വാഷ് ചെയ്ത് കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെയും ഫൈൻഡിങ്ങിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി യുക്തിസഹമായിട്ട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വിസ്തരിക്കേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യകതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് ആ ഭരണകൂടത്തിൻ്റെ തന്നെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുമ്പോൾ അതും ഭരണഘടന ഇവിടെ ഇരയായിരിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിലെ പൗരന്മാർ മൊത്തം ഇവിടെ അക്രമത്തിന് വിധേയരായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നതിലെ ആ ഒരു അസ്വാഭാവികത അതൊരു ഭരണഘടനാ മര്യാദയാണ്. അദ്ദേഹം പദവിയിൽ നിന്ന് മാറി നിൽക്കുക, സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന് വഴിയൊരുക്കുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായി ആ സമ്മേളനം കേട്ട വ്യക്തികളിൽ നിന്ന് മാത്രം ഇത് ഭരണഘടനയെ അവഹേളിക്കുന്നതാണോ എന്നൊരു ചോദ്യം ചോദിച്ചല്ല എന്നതൊരു ഉത്തരത്തിലൂടെ ഇതിനകത്ത് കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്താൻ എന്താണോ പോലീസിനെ പ്രേരിപ്പിച്ചത് ആ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലവിൽ നിൽപ്പുണ്ട്. ഇതൊരു ഭരണഘടനാ മര്യാദയാണ്. ഇവിടെ ആക്രമിക്കപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ബഹുമാനപ്പെട്ട കോടതി കണ്ടതിന് പുറത്തും കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രീ അരുൺ. അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി, ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ചില സാമ്പത്തിക നയങ്ങൾ സംരക്ഷിക്കുവാൻ ഭരണകൂടം, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് അതിനുവേണ്ടി എല്ലാവരും ഒരിടത്തായിരിക്കും. അതായത് ജനങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്ന ഏജൻസികളാണ് ഭരണകൂടവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും. കോടതിയെ ലക്ഷ്യമെന്ന് വളരെ പ്രകടമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ട് താൻ സ്വയം അവിടെ അവരോധിച്ചിരിക്കുമ്പോൾ തന്നെയും ഈ എക്സിക്യൂട്ടീവും സാമ്പത്തിക താല്പര്യങ്ങൾ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഭരണകൂടമല്ലേ? ആ മന്ത്രിസഭയിൽ അംഗമായ ഒരു വ്യക്തി തന്നെ ചില സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഭൂരിപക്ഷത്തെ അടിച്ചമർത്തുന്നു, ചൂഷണം ചെയ്യുന്നു. ഇത്തരത്തിലൊക്കെ പ്രയോഗം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രിസഭയ്ക്കെതിരെ തന്നെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു അതിക്രമമായിട്ടല്ലേ ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചതിലും കുറച്ചുകൂടെ വ്യാപ്തിയുള്ള വിഷയങ്ങൾ ഈ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ജുഡീഷ്യറിക്കെതിരെ നടന്ന പരാമർശവും ഉത്തരവിൽ വ്യാപകമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഇപ്പോൾ അന്വേഷണം നടക്കുന്ന വേളയിൽ അദ്ദേഹം മാറി നിന്നിട്ട് സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം, DGPയുടെ നേതൃത്വത്തിൽ എങ്ങനെ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു അന്വേഷണം നടക്കുമെന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവതായതുകൊണ്ട് നിയമവ്യവസ്ഥയിൽ പ്രതീക്ഷയുള്ള ഏതൊരു വ്യക്തിക്കും ആത്മവിശ്വാസം നൽകുന്ന ഈ ഒരു ഉത്തരവ്, ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ മന്ത്രിസഭയ്ക്കുണ്ട്. നിയമനിർമ്മാണ സഭയോട് ഉത്തരം പറയുവാൻ ബാധ്യതയുള്ള ആ മന്ത്രിസഭ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണവുമായി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എനിക്കൊരു ചോദ്യമുണ്ട്, ഞാൻ തിരിച്ചു വരാം. അതിന് മുമ്പ് ഒരിക്കൽ കൂടി നോയൽ ഇപ്പോൾ മറ്റൊരു ചാനലിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ്. നോയൽ, ഇതിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ ഈ മന്ത്രിസ്ഥാനത്ത് തുടരുകയോ അല്ലാതിരിക്കുകയോ ചെയ്താൽ പോലും നിലവിൽ എങ്ങനെയാണോ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ച മന്ത്രിക്ക് അനുകൂലമായി ക്ലീൻ ചിറ്റ് കൊടുത്തത്, സമാനമായൊരു അന്വേഷണമല്ലേ ഉണ്ടാവുക? മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമല്ലാതെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മറ്റെന്തെങ്കിലും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ? സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കണമെന്ന് പറയുമ്പോഴും കേരള പോലീസിന് പുറത്തുനിന്നൊരു ഏജൻസി അന്വേഷിക്കുന്നതല്ലേ ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് സത്യസന്ധത കൊണ്ടുവരാൻ സാധിക്കൂ? നോയൽ, കേട്ടില്ല ഒന്നുകൂടെ. നോയൽ കേട്ടിരുന്നോ?
ഹലോ അരുൺ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാവോ? അതായത് കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ടോ ഈ കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാനും നീതിയുക്തമായ രീതിയിൽ അന്വേഷണം നടക്കാനും? തീർച്ചയായും നമുക്കറിയാം, ഈ പറഞ്ഞ കേരളത്തിലെ ഒരു മന്ത്രി, കേരളത്തിലെ ഒരു റൂളിംഗ് പാർട്ടിയുടെ നേതാവ്, MLA, ഇദ്ദേഹത്തിനെതിരെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ നേരത്തെ നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തിയ രീതിയിലുള്ള ഒരു അന്വേഷണം മാത്രമേ ഇതിനകത്ത് ഇനിയും നടക്കാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CBI പോലെ ഒരു സെൻട്രൽ ഏജൻസി ഈ കേസ് അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിനകത്ത് നോക്കൂ, നേരത്തെ നടന്ന ഇൻവെസ്റ്റിഗേഷന്റെ അകത്ത് സാധാരണഗതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടില്ല. ഇതിനകത്തുള്ള പ്രതി ഒരു ഉന്നതനായ വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് സാമ്പിൾ എടുക്കാനോ ക്വസ്റ്റ്യന്റെ വോയിസ് എടുക്കാനോ അതിനകത്ത് വോയിസ് സ്പെക്ട്രോഗ്രഫിക്ക് വിടാനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ തയ്യാറായിട്ടില്ല. വിത്തൌട്ട് ആൻ FSL റിപ്പോർട്ടാണ് ഈ ഫൈനൽ റിപ്പോർട്ട്, റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. തീർത്തും ലാക്കഡീസിക്കൽ ബാനറിലാണ് ഈ കേസിന്റെ അന്വേഷണം നടന്നത്. അതിനകത്ത് 1 മുതൽ 5 വരെയുള്ള സാക്ഷികളുടെ മൊഴി പരിഗണിച്ചതേയില്ല കോടതി മുമ്പാകെ ഫയൽ ചെയ്തതിനകത്ത്. ബാക്കി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അക്യൂസ്ഡിന്റെ ഹെഞ്ച്മെൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേഡേഴ്സിന്റെ മൊഴി മാത്രം എടുത്തു. അദ്ദേഹത്തിന്റെ കേഡേഴ്സിന്റെ മൊഴി സ്വാഭാവികമായിട്ടും ഇതിനകത്ത് അദ്ദേഹത്തിന് അനുകൂലമായിരിക്കും. അവരുടെ മൊഴി മാത്രം എടുത്തുകൊണ്ടാണ് ഈ കേസ് റെഫർ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കോടതി മുമ്പാകെ ഫയൽ ചെയ്തിരിക്കുന്നത്. ആ റെഫർ റിപ്പോർട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കണമെങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. താങ്ക് യു ബൈജു. ഞാനൊന്ന് അഡ്വക്കേറ്റ് കെ. അരുൺകുമാറിലേക്ക് കൂടി പോയി. അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ, എന്താണോ സജി ചെറിയാൻ രാജിവെക്കാൻ കാരണമായത് 2022 ജൂലൈ 7-ാം തീയതിയിലത്തെ അതേ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചു പോന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം നടത്തുന്നത് എത്രമാത്രം നീതിയുക്തമാവും? രാജിവെക്കേണ്ടതല്ലേ മന്ത്രി സജി ചെറിയാൻ? ഇപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ഇൻട്രോയുടെ ഭാഗമായിട്ട് താങ്കൾ പറഞ്ഞത് ഇതിൽ പോലീസ് അന്വേഷണം നടത്തി കൊടുത്ത റഫർ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്തു, അതോടൊപ്പം തന്നെ തുടരന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടു എന്ന രൂപത്തിലാണ്. അത് ശരിവെച്ചുകൊണ്ടാണ് ഇതിൽ ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബൈജു മറ്റൊരു അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് MR അഭിലാഷും ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് തുടർച്ചയായി വായിച്ചു നോക്കി. അതിൽ ഏതെങ്കിലും തരത്തിൽ റഫർ റിപ്പോർട്ട് സെറ്റ് അസൈഡ് ചെയ്തതായിട്ടൊരു ഉത്തരവ് ഞാൻ കണ്ടില്ല. കാരണം അത്തരത്തിലൊരു റഫർ റിപ്പോർട്ട് പോലീസ് കൊടുത്തപ്പോൾ അതിൽ മജിസ്ട്രേറ്റ് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അതായത് ആ റഫർ റിപ്പോർട്ട് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ദാറ്റ് ഈസ് നൗ പെൻഡിങ് ബിഫോർ ദി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് തിരുവല്ല. ഇപ്പോഴും പെൻഡിങ് ആണ്. ആ റഫർ റിപ്പോർട്ടിൻ്റെ ഒപ്പം തന്നെ തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ ബൈജു ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷൻ മജിസ്ട്രേറ്റ് തള്ളി. കാരണം റഫർ റിപ്പോർട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വീണ്ടും അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തള്ളി. ആ റഫർ റിപ്പോർട്ട് അവിടെ നിൽക്കുമ്പോൾ തുടരന്വേഷണത്തിന് കൊടുത്ത അപേക്ഷ തള്ളിയ ഉത്തരവ്, ആ ഉത്തരവാണ് സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, റണ്ണിംഗ് പേജ് 15, പാരഗ്രാഫ് നമ്പർ 22. Accordingly, in the impugned order dated 15/5/2023, passed by the learned Judicial First Class Magistrate Court Tiruvalla in Criminal MB number 617 of 2023 is set aside, and a further investigation is ordered into crime number 600/2022, which shall be conducted by the State Crime Branch. The State Police Chief shall immediately pass appropriate orders handling the further investigation of crime such and such. അതാണ് ഉത്തരവ്. അതായത് റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്തപ്പോൾ ഈ കേസിലെ പരാതിക്കാരനായ അഭിഭാഷകൻ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായി ഫയൽ ചെയ്ത പെറ്റീഷൻ, ആ പെറ്റീഷനാണ് കോടതി തള്ളിയത്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഫയൽ ചെയ്ത റഫർ റിപ്പോർട്ട് നൗ പെൻഡിങ് ബിഫോർ ദി ലേഡഡ് മജിസ്ട്രേറ്റ്. അതിലൊരു തീരുമാനം ഇതുവരെ മജിസ്ട്രേറ്റ് എടുത്തിട്ടേ ഇല്ല. ആ തീരുമാനം ഹാജരാക്കിയിട്ടേ ഇല്ല. പേജ് നമ്പർ 20. This court is satisfied that the investigation conducted into crime number 600/2022 was not proper and the learned magistrate went wrong in accepting the final report. എന്താണ് അർത്ഥം അരുൺകുമാർ? ഞാൻ പറഞ്ഞത്, ഞാൻ കൃത്യമായി പാരഗ്രാഫ് എടുത്ത് വായിച്ചല്ലോ. ഒരു അതിൽ എക്സിബിറ്റ് ഹാജരാക്കും ബഹുമാനപ്പെട്ട നിങ്ങൾ 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണല്ലോ എന്നിലേക്ക് വന്നേ. ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഓരോ വാചകത്തിനും വാക്കിനും ആധികാരികമായിട്ട് തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇതിൽ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബൈജു 10 എക്സിബിറ്റ് ഈ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്.
ആ 10 എക്സിബിറ്റിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ എക്സിബിറ്റിൽ ഏതാണ് റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അക്സെപ്റ്റ് ചെയ്ത ആ രേഖ ഏതാണെന്ന് പറയാമോ? 2 അഭിഭാഷകർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അവർ പറയുക ആ റഫർ റിപ്പോർട്ടിന് എതിരായിട്ടാണല്ലോ ഇവിടെ വന്നത്. കേസ് റദ്ദാക്കിയിരുന്നോ എന്നാണ് എന്റെ ചോദ്യം. എന്താണ് പറയുന്നത്? നോക്കൂ, എന്റെ ചോദ്യം ക്ലിയർ ആണ്. ഏത് രേഖ പ്രകാരമാണ്? നമ്മളിത് കേൾക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും ഇത്തരത്തിലുള്ള സാങ്കേതികത്വം അറിയില്ല. അവർക്കറിയേണ്ടത് ഈ മന്ത്രി സജി ചെറിയാനെതിരായിട്ടുള്ള ഒരു കേസ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി റദ്ദ് ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് മാത്രമാണ്. അത് അങ്ങ് എന്താണ് ധരിച്ചിരിക്കുന്നത്? കേസ് റദ്ദ് ചെയ്തു എന്നാണോ അല്ലയോ? അതിൽ പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് ഹാജരാക്കിയ റഫർ റിപ്പോർട്ട്, ആ റഫർ റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിംഗ് ആണ്. അതിൽ മജിസ്ട്രേറ്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും ആ തീരുമാനം അതുകൊണ്ട് മാത്രമാണ് ഇതിലെ അഡ്വക്കേറ്റ് ബൈജു കോടതിയിൽ ഹാജരാക്കാത്തതെന്നും ഈ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ മജിസ്ട്രേറ്റ് തീരുമാനം ഹാജരാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. The magistrate went wrong in accepting the final report എന്ന് കോടതി വിധിയിലുണ്ടല്ലോ. ഞാൻ പറയുന്നത് കോടതി വിധിന്യായത്തിൽ അത്തരത്തിലൊരു റഫറൻസ് ഉണ്ട്. പക്ഷേ ഈ മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ബൈജു ഹൈക്കോടതിയിൽ ഹാജരാക്കാത്തത്? തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ആ ഫൈനൽ റിപ്പോർട്ട് അംഗീകരിച്ചത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധിയിലുണ്ടല്ലോ. അതാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ആ തെറ്റാണ്, മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ ആ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി എന്ന് ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോ? ആ മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനം ഈ കോടതിയിൽ ഒരു രേഖയായിട്ട് ഹാജരാക്കിയിട്ടുണ്ടോ? ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് എടുത്ത അല്ല, ഞാൻ പറഞ്ഞത് ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മജിസ്ട്രേറ്റ് തള്ളിയ ഉത്തരവ് മാത്രമാണ് എക്സിബിറ്റ് P5 ഇവിടെ കൃത്യമായി നിയമപരിജ്ഞാനത്തോടുള്ള പൂർണ്ണ ബോധ്യത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? ഈ കേസിൽ ക്ലീൻ ചിറ്റ് കൊടുത്ത പോലീസ് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു ഹൈക്കോടതി എന്നല്ലേ? ഇതിൽ സാങ്കേതികമായിട്ട് ഫ്ലോറൻസിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖ പരിശോധിക്കാതെയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കിയത്. ആ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പെൻഡിംഗ് ആണ്. കൃത്യമായി ഫ്ലോറൻസിക് റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ റഫർ റിപ്പോർട്ട് ഹാജരാക്കുമ്പോൾ വന്നിട്ടില്ല എന്ന് അതിൻ്റെ തീയതികൾ നോക്കിയാൽ ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ളവ പരിശോധിക്കണം. അത് പരിശോധിക്കണം. അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പെർസെപ്ഷൻ അല്ല ഈ കേസിലെ നിർണായകമായത് എന്ന് കോടതി പറയുന്നുണ്ട്. ഇതിൽ ഡിസ്റെസ്പെക്ട് എവിടെയാണെന്ന് 17ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഒരു നിമിഷം. MR അഭിലാഷ്, ഡോക്ടർ K S അരുൺകുമാർ പറയുന്നത് ഈ കേസ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ക്ലീൻ ചിറ്റ് കൊടുത്ത് റദ്ദാക്കിയിട്ടില്ല. ആ ഫൈനൽ റിപ്പോർട്ട് പരിഗണനയിലാണ്. ഹൈക്കോടതി ആ ഫൈനൽ റിപ്പോർട്ടിൽ ചില അപാകതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് MR അഭിലാഷ്? ഡോക്ടർ അരുൺ, ഇവിടെ നമ്മൾ പലപ്പോഴും നിയമം സാധാരണക്കാരന് മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ സാങ്കേതികതകൾ ഉന്നയിച്ചുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകൾ രാഷ്ട്രീയപരമായിട്ട് ന്യായീകരിക്കപ്പെടാറുണ്ട്. അതെപ്പോഴും എല്ലായ്പ്പോഴും സംഭവിക്കുന്നതാണ്. വളരെ വ്യക്തമല്ലേ 17ാം പാരഗ്രാഫിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ അന്വേഷണത്തിലെ പാകതയില്ലായ്മയും വലിയ തെറ്റുകളും ഈ സാക്ഷികളായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിന് പങ്കെടുക്കുന്നവരുടെ മാത്രം വിസ്തരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് അവർ നിഗമനത്തിലെത്തിയത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടുക്കുന്നില്ലേ? അപ്പോൾ ഈ ഉത്തരവ് മൊത്തം വായിച്ചു കഴിയുമ്പോൾ എന്താണോ ഇതുവരെ അന്വേഷണത്തിൻ്റെ പേരിൽ അവിടെ നടന്നത് അതിനകത്തൊക്കെ സംഭവിച്ച തെറ്റുകളാണ് അവിടെ വിളിച്ചോതുന്നത്. ഇവിടെ പലപ്പോഴും ഈ എന്തുകൊണ്ട് ഈ കോടതി ഇങ്ങനൊരു ഉത്തരവ് പാസ്സാക്കി എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇങ്ങനെയുള്ള അതിസാങ്കേതികത്വങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിൻ്റെ ഒരു എംഫസിസ് 17ാമത്തെ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ഡിസ്റെസ്പെക്റ്റ് ആണ് പ്രകടിപ്പിച്ചത് എന്നുള്ളത്. 17ാമത്തെ പാരഗ്രാഫ് ഡോക്ടർ അരുൺ ഒന്ന് ഉറക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. 17ാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് ചർച്ചയ്ക്ക് പോലും ബഹുമാനമില്ലായ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചർച്ചയ്ക്ക് പോലും വിധേയമാക്കേണ്ടതായിട്ടില്ല. അത്ര പ്രകടമായിട്ട് ഡിസ്റെസ്പെക്റ്റ് വന്നിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ ഈ വിഷയത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ കാതലിലേക്ക് കടക്കാതെ അതിനകത്തിപ്പോൾ പാസ്സാക്കിയിരിക്കുന്ന ഓർഡർ, ഈ പർട്ടിക്കുലർ ഓർഡർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് തള്ളിയ ഓർഡറാണ് എന്ന് പറയുമ്പോൾ തന്നെയും അത് മാജിസ്ട്രേറ്റ് പാസ്സാക്കിയ ഒരു ഓർഡറിനെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നത്. ഇൻ ദ പ്രീസീഡിംഗ് പാരഗ്രാഫ്സ് ഇതിനെ സംബന്ധിച്ച്, ഈ അന്വേഷണത്തിലുണ്ടായ വൈകല്യത്തിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എന്യൂമറേറ്റ് ചെയ്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ ഇവിടെ നിരാകരിക്കാൻ കഴിയുക? ഇവിടെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ശ്രീ സജി ചെറിയാൻ ഭരണഘടനയെ അപകീർത്തിപ്പെടുത്തുകയുണ്ടായോ? അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഇതിനൊരു തുടരന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ട് നടത്തുവാൻ കഴിയുമോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്? ഈ ഹൈക്കോടതി ഈ അന്വേഷണത്തിൻ്റെ രീതിയെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്? ഇവിടെ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസില്ല എന്ന് ഹൈക്കോടതി പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഭരണഘടനയോടുള്ള ബഹുമാനരാഹിത്യം പ്രകടമാകുന്ന തരത്തിലൊരു സംഭവമാണ് ഇവിടെ നടന്നത്? കുന്തവും കൊടച്ചക്രവും ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങളെ ചൂണ്ടിക്കാട്ടി അത് എത്രത്തോളം ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ മീറ്റിങ്ങിൻ്റെയോ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒന്നും വിഷയമല്ല. ഇവിടെ ഇരയായിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു പൗരനും എഴുന്നേറ്റ് നിന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. എങ്ങനെയാണിത് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടന ചൂഷണത്തിന് വേണ്ടി ഉള്ള ഒരു ഭരണഘടനയാണെന്നും സിപിഎമ്മും സംഘപരിവാറും ആദ്യ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ നിലപാടതായിരുന്നു. ആ രാഷ്ട്രീയ നിലപാട് അതിൽ വിമർശനമാവാം, അതിൽ ഉള്ളടക്കത്തിൽ വിമർശനമാവാം. പക്ഷേ അത് അവഹേളിക്കുന്ന തരത്തിലുള്ളത് ആകാൻ പാടില്ല. അദ്ദേഹം മന്ത്രിയല്ലേ? അതെ, അതെ, ആ മന്ത്രിക്ക് പ്രത്യേകിച്ച് സവിശേഷമായിട്ട് അധികാരമൊന്നുമില്ലല്ലോ. പൗരന്റെ അധികാരങ്ങൾ തന്നെയല്ലേ, മാത്രമല്ലേ മന്ത്രിക്ക് പക്ഷെ അദ്ദേഹത്തിന് ഭരണഘടനയെ വിമർശിക്കാനുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് ആ സംരക്ഷണയിൽ നിന്നുകൊണ്ട് അല്ല. ഇവിടെ ഭരണഘടനയെ വിമർശിക്കാനുള്ള എക്സ്പ്ലനേഷൻ 1 കാണുന്ന എക്സംഷൻ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇത് ഭേദഗതി വഴി പുരോഗമനം കൊണ്ടുവരാനുള്ള ഭരണഘടനയെ ഇവോൾവ് ചെയ്യിക്കുവാനുള്ള ഒരു ശ്രമമല്ല. ബ്രിട്ടീഷുകാരൻ എഴുതിപ്പിച്ചു എന്നാണ് പറയുന്നത്. പ്രിയാമ്പുലർ കമ്മിറ്റ്മെന്റിനെ വളരെ ശക്തമായിട്ട് അദ്ദേഹം ആക്രമിക്കുന്നുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ബേസിക് ഫൗണ്ടേഷനെയാണ് ആക്രമിക്കുന്നത്. ഞാനൊന്ന് ജിൻഡോ ജോണിലേക്ക് കൂടി പോയി വരാം. ഞാൻ അരുണിന് സമയം തരാം. MR അഭിലാഷ് പറഞ്ഞതിനെ താങ്കൾക്ക് ഖണ്ഡിക്കാം. അതിനു മുൻപ് എനിക്ക് ജിൻഡോയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ജിൻഡോ, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിമർശനത്തെ ഇത് വിമർശനമല്ല, അവഹേളനമാണ്, അദ്ദേഹം രാജിവെക്കണം എന്നു തന്നെയാണ്. ഈ ഭരണഘടനയെ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തത് എന്നതാണ് CPM-ന്റെ നിലപാട്. ഇതൊരു ബൂർഷ്വാ ഭരണഘടനയാണ് എന്ന് പറയുന്നതിൽ അപകടമില്ലല്ലോ. ഇതൊരു ലിബറൽ ഭരണഘടനയാണ്. ഇത് മുതലാളിമാർക്ക് ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസി എടുത്തുകൊണ്ട് ഒരു പരിധി വരെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 31 ഉപയോഗിച്ചുകൊണ്ട്, നേരത്തെ അമെൻഡ് ചെയ്ത ആർട്ടിക്കിൾ 31 ഉപയോഗിച്ചുകൊണ്ട് ഇത് റൈറ്റ് ടു പ്രോപ്പർട്ടി എൻഷുർ ചെയ്യുന്ന ഭരണഘടനയാണ് എന്നൊക്കെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടം വരെയും സോഷ്യലിസം വരുന്നതുവരെയും ഭരണഘടന ലിബറലായ ഒരു ബൂർഷ്വാ ഡോക്യുമെൻ്റാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ സജി ചെറിയാൻ അതിനെ കുറച്ചുകൂടി ഓണാട്ടുകര ഭാഷയിൽ വിമർശിച്ചപ്പോൾ കടന്നുപോയി എന്നത് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഭരണഘടനയോട് എന്താണ് അപരാധം ചെയ്തത് എന്നാണ് CPM-ന്റെ ചോദ്യം. അല്ല അരുൺ, അദ്ദേഹം ഓണാട്ടുകാര ഭാഷയിൽ അധിക്ഷേപിച്ചത് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചത് കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ അല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുടെയും 142 കോടിയിലധികം മനുഷ്യരുടെ അവസാന പ്രതീക്ഷ എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രാജ്യത്തുടനീളം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന CPM-കാർ ഉൾപ്പെടെ പറഞ്ഞ ഭരണഘടനയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഓണാട്ടുകാര ഭാഷയിൽ അധിക്ഷേപിച്ചത്. അത് അവർ അംഗീകരിക്കുന്നുണ്ടോ? 2 വർഷം മുമ്പ് അദ്ദേഹം രാജിവെക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താ? പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തെറ്റായിരുന്നു എന്ന്, അല്ലേ? ആ പാർട്ടിക്ക് അത് മനസ്സിലായതുകൊണ്ട് പാർട്ടി അതിൽ രാജി തീരുമാനം ആവശ്യപ്പെടുന്നു. രാജിവെക്കുന്ന സമയത്ത് സജി ചെറിയാൻ പറഞ്ഞത് എന്താ? മന്ത്രി ആയിരിക്കുമ്പോൾ സ്വതന്ത്ര അന്വേഷണം നടക്കുമോ എന്ന് പലരും സംശയിക്കും, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം കേവലം MLA ആയിരിക്കുമ്പോൾ മാത്രം ആ വിഷയത്തിൽ അന്വേഷിച്ച പോലീസുകാർ അവിടെ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് പുളകിതരായ പാർട്ടി സഖാക്കന്മാരുടെ റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ്. അന്ന് അദ്ദേഹം രാജിവെക്കുമ്പോൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അതേ
വാചകങ്ങൾ ഇന്നും ആപ്ലിക്കബിൾ ആണല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ട്, അന്നൊരു MLA മാത്രമായിരിക്കുന്ന അദ്ദേഹത്തിന് കൊടുത്ത പ്രിവിലേജ് ഇന്ന് മന്ത്രിയായിരിക്കുമ്പോൾ അതിലധികം കൊടുക്കില്ലേ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുഴുവൻ അദ്ദേഹത്തെ സല്യൂട്ട് അടിച്ചിട്ട് വേണ്ടേ പോയി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ? അപ്പോൾ എന്ത് ഈ CPM-കാരും മന്ത്രിയൊക്കെ പറയുന്നത് എന്ത് ധാർമ്മികതയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ വിമർശനമാണെന്ന്, രാഷ്ട്രീയ വിമർശനം. അതിൽ ഏത് ഭാഗത്തെ രാഷ്ട്രീയ വിമർശനമുള്ള? ഈ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? മതേതരത്വം, അതുപോലെ ജനാധിപത്യം, അതൊക്കെ. ഈ സംഭവങ്ങൾ വേണമെന്നും പറഞ്ഞില്ലേ നമ്മൾ നരേന്ദ്രമോദിക്കെതിരെ പോരാടിയത്? ഇതൊക്കെ കുന്തവും കുടച്ചക്രമാണെന്ന് തോന്നുന്ന ഒരു മന്ത്രി കേരളത്തിൽ ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു മന്ത്രിസഭയിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ CPM-ന് നാണക്കേടല്ലേ? CPI-ക്ക് നാണക്കേടല്ലേ? ഈ സംസ്ഥാനത്തിന് നാണക്കേടല്ലേ? നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച പ്രചരണം നടത്തിയത്. ഈ രാജ്യത്തെ സകല മനുഷ്യരുടെ അവസാന പ്രതീക്ഷയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പ്രചരണം നടത്തിയത്? നമ്മൾ പാർലമെന്റിലേക്ക് നമ്മുടെ MP-മാർ പോയത് ഭരണഘടനയും പിടിച്ചുകൊണ്ടല്ലേ? നരേന്ദ്രമോദിയെ കൊണ്ട് ഭരണഘടനയുടെ മുമ്പിൽ തല കുമ്പിടിച്ചത് നമ്മൾ ഈ സമരത്തിന്റെ ഭാഗമായില്ലേ? ഈ രാജ്യത്തെ മുഴുവൻ പൗരാവകാശ പ്രവർത്തകരുടെയും സമരായുധത്തിന്റെ പ്രതിരോധത്തിന്റെ പേരാ ഭരണഘടന. അത് കുന്തവും കുടച്ചക്രമാണ്, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്, സംഘടിതമായിട്ട് ഉണ്ടാക്കിയതാണ്, ബ്രിട്ടീഷുകാരൻ പറഞ്ഞെഴുതിച്ചതാണ് എന്നൊക്കെ പറയുന്ന മന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ പോലീസ് റിപ്പോർട്ടിന്റെ പേരിൽ അദ്ദേഹം രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇതേ ഭരണഘടനയെ തൊട്ടുകൊണ്ടല്ലേ? നാണം വേണ്ടേ? ഒരു മര്യാദ വേണ്ടേ ഇത് പറയാൻ? എന്നിട്ട് പൊളിറ്റിക്കൽ വിമർശനമാണെന്ന്. ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അദ്ദേഹം MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിയമപരമായി വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം തീരുമാനമെന്നാണ്. ഞാൻ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. താങ്കൾ സമയം തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് റഫർ റിപ്പോർട്ടായി മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തത്. ആ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അംഗീകരിച്ചിരിക്കുന്നു. അത് ചോദ്യം ചെയ്ത് ആണ് ബഹുമാനപ്പെട്ട പെറ്റീഷണർ അഡ്വക്കേറ്റ് ബൈജു ഹൈക്കോടതിയിൽ വന്നത്. പക്ഷേ മജിസ്ട്രേറ്റ് അത് അംഗീകരിച്ചോ ഇല്ലയോ തള്ളിയോ ഒരു ഉത്തരവും അദ്ദേഹം ഒരു ഇംപ്യൂഗ്ഡ് ഓർഡറായി ഇവിടെ ഹാജരാക്കിയില്ല. രണ്ടാമത് അദ്ദേഹം ചലഞ്ച് ചെയ്തത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയ പെറ്റീഷൻ തള്ളിയ ഉത്തരവാണ്. അപ്പോൾ രണ്ട് ഉത്തരവുകളെ ചലഞ്ച് ചെയ്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റഫർ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ഉത്തരവ് ഹാജരാക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് മന്ത്രിക്ക് അനുകൂലമായിട്ടാണല്ലോ റഫർ റിപ്പോർട്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. അത് ചലഞ്ച് ചെയ്തു വരുമ്പോൾ അതിൽ ഹൈക്കോടതി ഇടപെടുമ്പോൾ ഈ മന്ത്രിയെ കേൾക്കണ്ടേ? ആർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവിനെയാണോ മജിസ്ട്രേറ്റ് കോടതി ഇട്ടത്, ആ ഉത്തരവിനെ ഹൈക്കോടതി ചലഞ്ച് ചെയ്തു വരുന്നു. ഹൈക്കോടതി അതിൽ ഇടപെടുകയാണെങ്കിൽ അതിലെ ആരാണോ പ്രതി, ആർക്കെതിരായിട്ടാണോ താൻ ഉത്തരവ് പാസ്സാക്കുന്നത്, അവർക്ക് ഒരു നോട്ടീസ് കൊടുത്ത് കേൾക്കണ്ടേ? ഇവിടെ ശ്രീ മാത്യു കുഴൽനാടൻ എക്സലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലും തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും കേസ് കൊടുത്തു. അവിടെ തള്ളി. അതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അതിൽ പാർട്ടി റെസ്പോണ്ടൻസ് അല്ലാത്ത മുഖ്യമന്ത്രിക്കും ആ റിപ്പോർട്ടിൽ പറഞ്ഞ പല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ആദ്യം നോട്ടീസ് കൊടുക്കാനാണ് ഇതേ ഹൈക്കോടതി പറഞ്ഞേ. കാരണം ഹൈക്കോടതി ആ കേസിൽ ഇടപെടുകയാണെങ്കിൽ അവർക്കെല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിധിന്യായമായിട്ട് അത് മാറും. അതുകൊണ്ട് അവരെയും കേൾക്കണം. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ കേസ് കൃത്യമായി ഒരു ഫണ്ടമെന്റൽ ഇറർ ഈ ജഡ്ജ്മെന്റിലുണ്ട്. ഇതിൽ മന്ത്രിക്ക് ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല, മന്ത്രിയെ കേട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട പെറ്റീഷണർ പറഞ്ഞെന്താ, പഴയ സ്റ്റാറ്റസിലേക്ക് തിരിച്ചുപോയി, അതുകൊണ്ട് രാജിവെക്കണമെന്നാ. പഴയ സ്റ്റാറ്റസ്, ഇപ്പോൾ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കുറ്റാരോപിത എല്ലാം മാറ്റി അദ്ദേഹത്തിനെതിരെ കൊടുത്ത റഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉള്ളതാണ് സ്റ്റാറ്റസ്. അതുകൊണ്ട് ആ സ്റ്റാറ്റസ് അവിടെ നിൽക്കട്ടെ. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, മന്ത്രി രാജിവെക്കേണ്ടത്, ഇതിൽ 21ാമത്തെ പേജിൽ ജഡ്ജി തന്നെ പറയുന്നുണ്ട്, സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. ഹവർ ദിസ് കോർട്ട് ഹാസ് ഓൾറെഡി ഫൗണ്ട് ദാറ്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് റിക്വയർഡ് and since the accused is a minister of the state, the investigation by the station house officer will not be suffice and a superior agency is required. The further investigation hence ought to be conducted by the state crime branch. മന്ത്രിയായ ഇതിലെ എതിർകക്ഷി ആ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്വേഷിച്ചാൽ പോരാ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന്. അപ്പോൾ ഈ കോടതിക്ക് തന്നെ ധാരണയുണ്ട്, മന്ത്രിയായിട്ട് നടക്കുമ്പോഴും ക്രൈംബ്രാഞ്ച് എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ക്രൈംബ്രാഞ്ച് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിൽ മറ്റൊരു തരത്തിലുള്ള അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒന്നും വരില്ല. അത് തന്നെ ഒരു അനുവാദം കൊടുക്കുന്ന തരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജഡ്ജ്മെന്റ് വിശദമായി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, ഇതിൽ ഭരണഘടനയാണ് സുപ്രീം, ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ നിലപാടാണ് പാർട്ടി എല്ലാ രംഗത്തും സ്വീകരിച്ചിരിക്കുന്നത്. കൊള്ളയടിക്കുന്ന ഭരണഘടന എന്ന് പ്രസ്താവന വന്നപ്പോഴെല്ലാം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ലല്ലോ KS അരുൺകുമാർ.
ഒറ്റ മിനിറ്റ്. താങ്കൾക്കറിയാമല്ലോ, ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ 2 വർഷവും 11 മാസവും 17 ദിവസവും യോഗം ചേരുമ്പോൾ ഈ ഭരണഘടന ഒറ്റ കൈപ്പടയിൽ എഴുതിയുണ്ടാക്കിയതല്ലോ. പലത് അമേരിക്കയിൽ നിന്നെടുത്തു, പലത് ബ്രിട്ടനിൽ നിന്നെടുത്തു, റഷ്യയിൽ നിന്നെടുത്തു, ദക്ഷിണാഫ്രിക്കയിൽ നിന്നെടുത്തു, കാനഡയിൽ നിന്നെടുത്തു, അയർലൻഡിൽ നിന്നെടുത്തു. ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഏറ്റവും ക്രീമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു ഭരണഘടന ഉണ്ടാക്കിയത്. ആ ഭരണഘടന അന്നും ഇന്നും വിമർശനത്തിന് വിധേയമാണ്. ഈ ഭരണഘടന ഞാൻ കത്തിക്കുമെന്ന് ഡോക്ടർ VR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് 1950കളുടെ. അതുപോലുള്ള സദുദ്ദേശപരമായ വിമർശനമായിരുന്നു ഇത്. എന്താ കാരണം? അല്ല, അത് പരിശോധിക്കാൻ സദുദ്ദേശപരമായിട്ടാണ്. ഇപ്പൊ ഇദ്ദേഹം ഇവിടെ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ പെറ്റീഷണർ പറഞ്ഞല്ലോ, ഒരിടത്തും ഈ മന്ത്രി മാപ്പ് പറഞ്ഞില്ല. ഞാനൊരു വാചകം വായിക്കട്ടെ. ഈ മന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ ഒരു പ്രസംഗം, ആദ്യാവസാനം ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശക്തിയായി ഞാൻ അവതരിപ്പിക്കുമ്പോൾ എൻ്റെതായ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചു. ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചരണം ലഭിക്കാനും ഇടവന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതിൽ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്ന കാര്യം കൂടി സഭയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിയമസഭയിൽ നടത്തിയ സഭയിൽ മന്ത്രി സജി ചെറിയാൻ ഒരാട്ടുകര ഭാഷയിൽ നടത്തിയ വിമർശനം തെറ്റായി വ്യാഖ്യാനിക്കാനിടയുണ്ട് എന്നുള്ളതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയൊക്കെ വിമർശിക്കാൻ കഴിയുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ആ വിമർശനത്തെ ഇൻസൾട്ടായിട്ട് കാണുക എന്നുള്ളത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് പെർസെപ്ഷൻ. ഭരണഘടന കത്തിക്കുമെന്നും ഭരണഘടന കൈയാളുന്നവർ പിന്നീട് ചെകുത്താന്മാരാണെങ്കിൽ ആ ഭരണഘടനയോട് പ്രയോജനമില്ലെന്നും ഒക്കെ ഡോക്ടർ BR അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടന എഴുതിയ ആൾ തന്നെ. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇല്ലാത്ത ഒരു ഭരണഘടന അവഹേളനം സജി ചെറിയാനോട് തോന്നുന്നത് സജി ചെറിയാനെ വളഞ്ഞിട്ട് ആക്രമിക്കാമെന്നതിൻ്റെ ഒരു രാഷ്ട്രീയ യുക്തി കൂടിയല്ലേ? ഇതേ അംബേദ്കറുമായിട്ടുള്ള നമ്മൾ സജി ചെറിയാനെ താരതമ്യം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. ഈ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ ഈ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന ബ്രാഹ്മിൻ ബോയ്സ് ആണെന്ന്. അതേ നിലപാട് തന്നെയാണ് ഇന്നത്തെ CPM കേരളത്തിലുള്ളത്. ഇവർ പറയുന്ന മന്ത്രിയെ കേട്ടില്ലെന്ന. മന്ത്രിയെ നമ്മളെല്ലാവരും കേട്ടില്ല അരുൺകുമാറെ. ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ ലൈവായിട്ട് കേട്ടതാണ് മന്ത്രിയെ, സഖാക്കന്മാർ മാത്രമല്ല. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, പുന്നപ്ര വയലാർ സമരത്തെ കുന്തക്കാരൻ പത്രോസിൽ നിന്ന് മറ്റേ ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിച്ച കുന്തക്കാരൻ സജിയിലേക്ക് കേരളത്തിൽ CPM തരം താണിരിക്കുകയാണ്. ഇവിടെ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും കുന്തവും കൊടച്ചക്രമാണെന്ന് പറയുന്നതല്ല സക്രിയമായിട്ടുള്ളൊരു നിർദ്ദേശം. ഇത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞത് കേട്ടെഴുതിയാണെന്ന് പറയുന്നതല്ല സക്രിയമായിട്ടുള്ളൊരു നിർദ്ദേശം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഇടപെടൽ എന്താണ് അരുൺ? താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതില്ലേ? താങ്കൾ എന്താ ഇത്രയും വൃത്തികെട്ട നിലപാടിക്കുന്നത്? അല്ല, എന്ത് വൃത്തികെട്ട നിലപാട്? ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾ എന്ത് നിലവാരമില്ലാത്ത മനുഷ്യനാണ്, എന്ത് നിലവാരമില്ലാത്ത മനുഷ്യനാണ്. കേരളത്തിൽ ഭരണഘടന ആക്ഷേപിക്കുന്ന ഒരു മന്ത്രി പിണറായി സർക്കാരിലിരിക്കുന്നു. ഇവിടെ ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന IAS ഉദ്യോഗസ്ഥരിരിക്കുന്നു. ADGP RSS നേതാക്കന്മാരെ കാണുന്നു. എന്താ കേരളത്തിൽ നടക്കുന്നത്? RSSന്റെ ശാഖയിൽ പടച്ചെടുത്ത സാധനങ്ങളാണ് കേരളത്തിലെ CPM നേതാക്കന്മാർ നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ ഭരണഘടന കൊളോണിയലാണെന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ ഇരിക്കുന്നു. അല്ല, അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. RSS പറഞ്ഞതാണ് ഇപ്പൊ സജി ചെറിയാൻ പറയുന്നതും കൂടി ഇവർ പറയണ്ടേ? അദ്ദേഹം അത് നിലപാട് തിരുത്തിയിട്ടുണ്ട്. താങ്ക് യു അഡ്വക്കേറ്റ് KS അരുൺകുമാർ, താങ്ക് യു അഡ്വക്കേറ്റ് MR അഭിലാഷ്, താങ്ക് യു ജോയൽ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.